ഡോക്ടർ ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് വഴി നമ്മൾ പല്ലുകൾ താഴ്ത്തുമ്പോൾ ഈ പല്ലുകൾ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? മറ്റേ കമ്പിയിടുമ്പോ പല്ല് എടുക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, ഈ പല്ലുകള് ഇപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ പല്ലുകൾ എടുക്കുന്നത്? നമ്മൾ പല്ല് കമ്പി ഇടുമ്പോൾ നമുക്ക് അവിടെ സ്ഥലം വേണം. കാരണം ഈ പല്ലുകൾ അങ്ങോട്ട് പുറകിലോട്ട് പോകുവാൻ വേണ്ടി സ്ഥലം വേണം. വേറെ അത് തന്നെ നമ്മൾ വേറൊരു തരത്തിലും ചെയ്യാം. പല്ല് എടുക്കാതെ ചെയ്യുന്ന ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താ ചെയ്യണം? നമ്മൾ പല്ലുകളെ തന്നെ ഷേപ്പ് ചെയ്യും, അഥവാ ചെറുതായിട്ട് സ്ലെൻഡറൈസേഷൻ എന്ന് പറയും, അഥവാ പല്ലുകളെ ഒന്ന് ചെറുതാക്കും. എന്നിട്ട് നമ്മൾ പല്ല് താത്തിക്കൊണ്ടിരുന്നിട്ടാണ് പറഞ്ഞ സാർ എന്ന് പറഞ്ഞ പോലെ പല്ലിന്റെ ഷേപ്പിനെ അങ്ങ് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഈ പല്ലുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടരും. നമസ്കാരം, വെടി ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ തോമസ് കെ പൗലോസ്. നമ്മുടെ വിഷയം മുഖസൗന്ദര്യവും ദന്തചികിത്സയും. ഡോക്ടർ, നമ്മളിപ്പോ പല്ല് പൊങ്ങിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഒന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ പല്ലിങ്ങനെ പൊങ്ങുന്നത്? ഒന്ന് നമ്മുടെ ഹെറിഡിറ്റിയാണ്, അഥവാ പാരമ്പര്യമാണ്, ഒരു ഘടകമാണ്, വളരെയധികം ഘടകമാണ്. ഇപ്പം അപ്പന്റെയും അമ്മയുടെയും ചിലപ്പോ എന്ത് സംഭവിക്കുന്നത്, അപ്പനും അമ്മയ്ക്കും നല്ല പല്ല്, അപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത് എന്റെ കൊച്ചിന് മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളുടെ ഇൻഹെറിറ്റൻസ്. ഇപ്പൊ നമ്മൾ പല്ല് ഒരാളുടെ ചെയ്യുന്നു, അമ്മയുടെ പല്ലും അപ്പന്റെ കണ്ണും അപ്പന്റെ കണ്ണും അങ്ങനെയാണല്ലോ മിക്സ് എന്ന് പറഞ്ഞ പോലെ എല്ല് ഒരാളുടെയും അഥവാ വായയുടെ ബാക്കിയുള്ള സ്ട്രക്ചർ ഒരാളുടെയും പല്ല് വേറൊരാളുടെയും ആയി മാറാം. അപ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ല് പിന്നെയും പൊങ്ങിയായിരിക്കും, അല്ലെങ്കിൽ പല്ലുകൾ നിൽക്കാൻ ഒത്തിരി സ്ഥലം ഉണ്ടാവും, അഥവാ വിടവുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഒന്നും അതായിരിക്കും പാരമ്പര്യമാണ്. രണ്ട് റോങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് തള്ളുന്ന സ്വഭാവം. തുപ്പിലിറക്കുമ്പോ നാക്ക് തള്ളി കഴിഞ്ഞാൽ പല്ല് മുമ്പോട്ട് വരാം, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ വിരല് കുടിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വരാം. പിന്നെ രാത്രി കിടക്കും വേറൊരു വലിയ പ്രോബ്ലം, നമ്മൾ ഈ കേരളത്തിലായതാണ് ജലദോഷം വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ശ്വാസം വലിക്കുമ്പോൾ എല്ലാം മൂക്കെല്ലാം അടഞ്ഞിരിക്കണോണ്ട് നമുക്ക് വായിലൂടെ ശ്വാസം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില ഗ്രോത്ത് മൂക്കിനകത്തെല്ലാം ചില ഗ്രോത്ത് പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ മൂക്കടഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ വായിലോട്ട് തുറക്കും. അപ്പൊ നമ്മുടെ ലിപ്പിന്റെ പ്രഷർ ഈ രാത്രി മുഴുവൻ ഈ ലിപ്പിന്റെ പ്രഷർ ഇല്ലാതെ വരും. രാത്രി മുഴുവൻ ലിപ്പിന്റെ പ്രഷർ ഇല്ലാതെ വരികയും ചെയ്യും, നാക്കിന്റെ പ്രഷർ കൂടുതൽ വരും. അപ്പോൾ ഈ പല്ലിന് ഒരു ടെൻഡൻസി ഉണ്ട് പുറത്തേക്ക് വരാൻ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദ്രവീഡിയൻസ് ആണ്. നമുക്ക് ഇച്ചിരി ഒരു പല്ല് പൊങ്ങിയ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ആര്യൻസുമായിട്ടാണ്. എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന ഒരു ആര്യൻ റേസിനെയും അല്ലെങ്കിൽ നല്ല ഫോറിൻ ഇതുമായിട്ട് നമ്മൾ യോജിച്ചു പോകാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളിൽ നമുക്ക് പല്ലിച്ചിരി ഒന്ന് താഴ്ത്തി വെക്കണമെന്ന് ഉള്ള ഒരു ആഗ്രഹം നമുക്ക് തന്നെയുണ്ട്. ഇതൊന്നും അല്ലാതെ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. പ്രായമായവരിൽ കൂടുതലും പല്ല് പൊങ്ങി വരുന്നുണ്ട് ഇപ്പോൾ. അതെന്തുകൊണ്ട്? പുറകുവശത്തെ പല്ലുകളൊക്കെ പറിച്ചു കളയും. അത് ചിരിക്കാനൊന്നും ആവശ്യമില്ല, ആവശ്യം കഴിച്ചു പോയാൽ പോലെ. അറിയാതെ ഇളകി പോകുന്നതും ആവാം അല്ലേ? അറിയാതെ ഇളകി പോവാതെ എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. അത് അറിയാത്തത് ഇപ്പൊ നമ്മളൊരു ഡിസീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സിഗരറ്റ് വലിക്കുന്നവരിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നിക്കോട്ടിൻ വായിൽ ചെല്ലുകയാണ്, ഓരോ ദിവസവും ചെല്ലുകയാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങോട്ടേക്കുള്ള നെർവ് ടിഷ്യൂസിനെ എന്നും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം ഈ സിഗരറ്റിന്റെ പുക. എന്നാലും ചെറിയ വേദനയൊന്നും അവരറിയില്ല. അറിയാതിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഒരു വേദന നല്ലതാണ്. കാരണം വെച്ചാൽ ഒരു ഡിസീസ്, ഒരു രോഗം ഉണ്ടെന്ന് അറിയണമെങ്കിൽ വേദന വേണം. ഈ രോഗവും ഉണ്ട്, എന്നിട്ട് ഈ വേദന അറിയാതെ വരുമ്പോഴാണ് അറിയാതിരിക്കണേ. ഈ നമ്മളുടെ പഴയൊരു കൺസെപ്റ്റ് ആണ് വയസ്സാകുമ്പോ പല്ലൊക്കെ പോവും. ആ കൺസെപ്റ്റ് ശരിയല്ല. ഒരു കോളുണ്ട്, സോറി കേട്ടോ. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറയൂ സാർ. ആരാണ്? സാറേ, ഡോക്ടർ സാറിന് പേര് പറയൂ. കുഞ്ഞുവരക്കാര്. എവിടുന്ന് വിളിക്കുന്നു? പൂക്കിപ്പറമ്പ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, ഡോക്ടർ അല്ലേ? അതെ. എനിക്ക് എന്റെ കുട്ടിക്ക് 7 വയസ്സായ കുട്ടിക്ക് കോട്ടിലെ പല്ലിന് രണ്ടിനും ഓട്ട. അത് എത്രണി പല്ലാണ്, അത് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് 7 വയസ്സായില്ലേ? ഏറ്റവും അവസാനത്തെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സിൽ വന്ന പല്ല ആവാം. അല്ല, അവസാനത്തെ പല്ലല്ല, അതിന്റെ ഇപ്പുറത്തെ പല്ലാണ്. ഈ രണ്ടാണിയുള്ള പല്ലുകൾക്ക് 2 കോട്ടിലും അടിയിലെ കോട്ടിലെ 2 കോട്ടിലും പിന്നെ ഓട്ട വീട് കറുപ്പാണ്. അത് ഈ 7 വയസ്സായ കുട്ടികൾക്ക് അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി പുതിയ പല്ല് വരുമോ? പല്ല് വേറെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 7 വയസ്സല്ലേ ഉള്ളൂ. ഏറ്റവും അങ്ങേയറ്റത്തെ പല്ല് മാത്രമാണ് ഇപ്പൊ വന്നിരിക്കാൻ സാധ്യതയുള്ളൂ. 6 വയസ്സിലൊരു പല്ല് വരും അങ്ങേയറ്റത്തത്. അതിന്റെ തൊട്ടിപ്പുറത്തെ പല്ലുകളെല്ലാം തന്നെ പോയി വരുന്ന പല്ലുകളാണ്. പക്ഷെ 7 വയസ്സിലെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പുറകിലത്തെ പല്ലുകൾ മുമ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോ ആ സ്ഥാനത്ത് വരാനുള്ള പല്ല് വരുമ്പോ ആ പല്ലുകൾ ആ സ്ഥലത്തേക്ക് പല്ല് കയറി വരാൻ സ്ഥലമില്ലാതെ വരും. അഥവാ പിന്നെ മുമ്പിലോട്ടല്ലേ വരാനുള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൽ ഓർമ്മയാണ്.
അതുപോലെ പല്ലുകൾ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ചെറിയ പാടമുള്ള ഒരു കറുത്ത സ്പോട്ടോ അല്ലെങ്കിൽ പോയി അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പോയി അതൊന്ന് അടപ്പിച്ചാൽ മതി. എന്തിനാ പറിച്ചു കളയണേ? പറിച്ചു കഴിഞ്ഞ് പുതിയ പല്ല് വരെ പറ്റ ഓട്ടായി പോയി പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ പല്ല് വരൂ എന്നുള്ളത് ശരി. പക്ഷെ ആ പല്ലിനെ അവിടെ നിലനിർത്ത് 11 വയസ്സ് വരെ ആ പല്ല് അവിടെ ഇരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പല്ലില്ലാതെ നടക്കണ്ടേ കൊച്ച്? 11 വയസ്സിന്റെ എടുത്തു ഒഴിവാക്കല്ലേ? അതെ, അത് എടുത്തു ഒഴിവാക്കണ്ട. തന്നെ പറഞ്ഞു. ഓക്കെ, വിളിച്ചതിന് നന്ദി.